രാജി വിടുതലാക്കി പരിഗണിക്കണമെന്ന കെ ടി ജലീലിന്റെ നീക്കത്തിന് പിന്നാലെ ഗവർണർക്ക് പരാതി നൽകിയ മുസ്ലിം യൂത്ത് ലീഗ് പെൻഷൻ വാങ്ങാൻ ശ്രമിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ജലീലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സർവീസ് ബുക്ക് തിരുത്താനുള്ള നടപടി തടയണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അധ്യാപക പെൻഷൻ ആനുകൂല്യം സംഘടിപ്പിക്കാനുള്ള കെ ടി ജലീലിന്റെ നീക്കം മീഡിയ വണ്ണാണ് പുറത്തു കൊണ്ടുവന്നത്. ഡോക്ടർ കൂടിയായ ചരിത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് കൂടി നേടിയ കെ ടി ജലീലിനെ അറിയാത്ത ഒരു സംഭവമല്ല. സർവീസ് ബുക്ക് ആ തരത്തിൽ തിരുത്തുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത്. ജംഷീർ, എന്താണ് ഇതിനകത്ത് ജലീൽ ചെയ്തിട്ടുള്ള ക്രമവിരുദ്ധമായ കാര്യം? നിഷാദ്, അതായത് അദ്ദേഹം 2021 മാർച്ച് മാസത്തിലാണ് അദ്ദേഹം ജോലി രാജിവെക്കുന്നത്. അതായത് അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എയ്ഡഡ് അധ്യാപകർ അങ്ങനെ മത്സരിക്കണമെങ്കിൽ രാജിവെക്കണം എന്നുള്ള ഒരു ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം കോളേജ് അധ്യാപനത്തിൽ തിരൂരങ്ങാടി PSMO കോളേജിലെ അധ്യാപനത്തിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്ഷമിക്കണം. അതിനുശേഷം പിന്നീട് ഈ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2004 ഓഗസ്റ്റിൽ അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം, അതായത് PF ഫണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 2004 നവംബർ 14 ഈ വിടുതൽ, ഈ രാജിവെച്ചത് വിടുതലാക്കി തരണമെന്നും മറ്റ് ആനുകൂല്യങ്ങൾ, അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം തനിക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജ് അധികൃതർക്ക് ഇദ്ദേഹം കത്ത് നൽകുകയും കോളേജ് അധികൃതർ തങ്ങൾക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അത് ഉന്നത വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ആ കത്ത് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കോളേജ് അധികൃതർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സർവീസ് ബുക്ക് തിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങാനുള്ള ഒരു ശ്രമം അത് നിയമവിരുദ്ധമാണ്. ഒരു നിയമസാമാജികൻ എന്ന നിലയ്ക്ക് അത് നിയമവിരുദ്ധമാണെന്നും കെ ടി ജലീലിന്റെ MLA സ്ഥാനം അയോഗ്യത കൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇതിനകത്ത് ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമം തടയണം എന്നാവശ്യപ്പെട്ടും ഇപ്പോൾ ഈ യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UV റസാഖ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ നേരത്തെ രാജിവെച്ച ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് ഈ ആനുകൂല്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് സർവീസ് ബുക്കിൽ അങ്ങനെ തിരുത്തി മാറ്റം വരുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എങ്ങനെ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ തരപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ചോദ്യം ഉയർന്നിരുന്നത് എന്നുള്ളതാണ്. ഈ കൃത്രിമം കാണിക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ജംഷീറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.